മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തും. അദ്ദേഹത്തോടൊപ്പം CPI ജനറൽ സെക്രട്ടറി D രാജ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തുകയാണ്. ആ ഘട്ടത്തിൽ ഈ സമരത്തിനും മുഖ്യമന്ത്രിക്കും അഭിവാദ്യങ്ങളുമായി പ്രവാസി സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ വേദിക്ക് സമീപം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള അവർ പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായ ഒരു ക്രമീകരണം, വലിയ തോതിലുള്ള ദേശീയ നേതാക്കളുടെ പ്രാതിനിധ്യവും ഈ പ്രതിഷേധത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒട്ടേറെ നേതാക്കൾ ഇതിനകം തന്നെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. വേണു, ബൽറാം, എപ്പോഴാണ് ഈ പ്രതിഷേധം തുടങ്ങുക? അതിന്റെ രീതി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയാണോ ആദ്യം സംസാരിക്കുക? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? വേണു, നേരത്തെ അറിയിച്ച അതേ സമയക്രമത്തിലാണ് ഇപ്പോൾ പരിപാടി മുന്നോട്ട് പോകുന്നത്. കേരള ഹൗസിൽ നിന്നും 10:45 ഇറങ്ങി 11 മണിയോടെ ഈ സമരവേദിയിൽ, ജന്തർ മന്ദിറിലെ സമരവേദിയിൽ എത്താനായിരുന്നു നിശ്ചയിച്ചത്. അതേ ക്രമത്തിൽ തന്നെ ഇപ്പോൾ കൃത്യം 11 മണിക്ക് തന്നെ പ്രതിഷേധക്കാർ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ശേഷം ഇവർക്കുള്ള ക്രമീകരണം ഉൾപ്പെടെ മറ്റ് നേതാക്കളുടെ അടക്കമുള്ള സമയക്രമത്തിനനുസരിച്ചായിരിക്കും. ആദ്യഘട്ടത്തിൽ എത്തും എന്ന് പറഞ്ഞ ഒരു ദേശീയ നേതാക്കൾ ഒരാൾ ഫാറൂഖ് അബ്ദുള്ളയാണ്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ ആദ്യ ഘട്ടത്തിൽ തന്നെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ MLA മാർ RJD, JDU, JMM ഉൾപ്പെടെയുള്ള സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ പാർലമെന്റ് അംഗങ്ങൾ ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാമുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. എന്തായാലും വേദിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൂടാതെ DMK പ്രതിനിധി, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, കൂടാതെ മന്ത്രി K രാജൻ അടക്കമുള്ളവരാണ് ആദ്യ നിരയിൽ. മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടാതെ CPIയുടെയും CPMന്റെയും ജനറൽ സെക്രട്ടറിമാരുമാണ് ആദ്യ നിരയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷി നേതാക്കളും മുൻനിരയിൽ തന്നെ അവർക്ക് കസേരകൾ നൽകിയിട്ടുണ്ട്. മറ്റ് ജനപ്രതിനിധികൾ, MLA മാർ, MP മാർ അടക്കമുള്ളവരാണ് അടുത്ത 2-3 നിരകളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ തന്നെ മറ്റ് നേതാക്കളുടെ കൂടി എത്തിയ ശേഷം മാത്രമായിരിക്കും ഈ പരിപാടി ഔപചാരികമായ തുടക്കം ആകുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം സമരവേദിയിൽ എത്തിയിരിക്കുകയാണ്. മറ്റ് നേതാക്കളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഔപചാരികമായി ഈ സമരം ആരംഭിക്കും. വേണു, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നു. കേരള ഹൗസിൽ നിന്ന് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും ഇപ്പോൾ ജന്തർ മന്ദറിലെ സമരകേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം സമ്മേളനം തുടങ്ങും. പിന്നെ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികളാണ് തീരുമാനിച്ചിരിക്കുന്നത്. KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ. ഗോപി, മറ്റ് ദേശീയ നേതാക്കൾ, ആപ്പിന്റെ മുഖ്യമന്ത്രിമാരൊക്കെ എപ്പോൾ ഈ വേദിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഈ അവരുടെ സമയക്രമം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാകാൻ DMKയുടെ പ്രതിനിധി പളനി ത്യാഗരാജൻ ഉണ്ടായിരുന്നു എന്നതാണ്. നേരത്തെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം കറുത്ത വസ്ത്രം അണിഞ്ഞാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഇതാ ഇപ്പോൾ ഔപചാരികമായി ഈ പ്രതിഷേധ സമരം തുടങ്ങുകയാണ്. ഫൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം സംരക്ഷിക്കാനുള്ള കേരളത്തിന്റെ പോരാട്ടം എന്ന് എഴുതിയ വലിയ ബാനറും ഏന്തിയായിരുന്നു പ്രതിഷേധ റാലികളുമായി ഇവിടെ എത്തിയത്. നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, വേണു, നമ്മുടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ANIയിൽ വി ആർ റേസിംഗ് ദ മെയിൻ ഇഷ്യൂ ഓഫ് അൺഎംപ്ലോയ്മെന്റ് വിച്ച് ദി BJP നെവർ ടോക്സ് അബൌട്ട്. ദർ ഇസ് ഡിസ്ക്രിമിനേഷൻ ബീങ് ഡൺ വിത്ത് നോൺ BJP സ്റ്റേറ്റ്സ് ലൈക്ക് കേരള, കർണാടക, തെലങ്കാന. അതായത് കേരളത്തിനും കർണാടകത്തിനും തെലങ്കാനയ്ക്കും ഒക്കെ എതിരെ കേന്ദ്രത്തിന്റെ അവഗണനയും വിവേചനവും ഉണ്ട് എന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ പ്രതികരണം ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ കാണാൻ
പോലുമുള്ള അവസരം KV തോമസിന് ലഭിച്ചിരുന്നില്ല. നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളും പാളിപ്പോയി. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ, അതായത് കോൺഗ്രസ് ഈ പ്രതിഷേധത്തെ പിന്തുണയ്ക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് എന്നൊരു പ്രതികരണം നേരത്തെ മന്ത്രിമാർ നൽകുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസ് വിട്ടു നിൽക്കുമ്പോഴും കേരളം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണ് എന്ന് പറയുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ പ്രതികരണം ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയിലൂടെ പുറത്തു വരുന്നു. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിനെതിരായ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസിനെ പോലുള്ള കക്ഷികൾക്ക് കഴിയില്ല എന്ന് ഇവർ കരുതുന്നുണ്ട്. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന ഒരു ആശയത്തിന് ശക്തി പകരുന്ന തരത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ മാറാൻ പോകുന്നത്. ശരി, എന്തായാലും പ്രതിഷേധ സമരത്തിന് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ സംസാരിക്കുകയാണ്. ജന്തർ മന്ദറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് കേരള ഹൗസിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളും മറ്റു ജനപ്രതിനിധികളും ജന്തർ മന്ദറിലേക്ക് മാർച്ച് ചെയ്തെത്തിയത്. ആശംസിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു.